വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. നമ്മൾ യുദ്ധവാർത്തകളിലേക്ക് തന്നെ എത്തും. അതിനു മുമ്പ് ഒന്നിനും മറ്റു വാർത്തകൾ നോക്കുന്നു. അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ KP ഉണ്ണികൃഷ്ണൻ അന്തരിച്ചു. കോഴിക്കോട്ടെ ആസ്റ്റർ മിംസ് ആശുപത്രിയിലായിരുന്നു അന്ത്യം. കോഴിക്കോട് പന്നിയാങ്കരയിലെ വീട്ടിൽ നിരവധി പേരാണ് KP ഉണ്ണികൃഷ്ണന് ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തുന്നത്. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് പുലർച്ചെ 2:45 KP ഉണ്ണികൃഷ്ണന്റെ അന്ത്യം. മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ ശക്തനായ വക്താവായിരുന്നു KP ഉണ്ണികൃഷ്ണൻ എന്ന് മുഖ്യമന്ത്രി അനുശോചിച്ചു. നിരവധി പേരാണ് KP ഉണ്ണികൃഷ്ണന് ആദരാഞ്ജലി അർപ്പിക്കാനെത്തിയത്. പാർലമെന്റേറിയൻ, ഭരണാധികാരി, മതനിരപേക്ഷതയുടെ ഉറച്ച പ്രതിരോധ ഭടൻ എന്ന നിലയിൽ ശ്രീ KP ഉണ്ണികൃഷ്ണൻ എല്ലാ കാലത്തും സമൂഹത്തിൽ ഓർമ്മിക്കപ്പെടും. വടകരയിലെ ഓരോ പ്രവർത്തകനും അവരുടെ മനസ്സിൽ ശ്രീ KP ഉണ്ണികൃഷ്ണൻ ഉണ്ണിയേട്ടനായിരുന്നു. ഓരോരുത്തരെയും വ്യക്തിപരമായി തന്നെ സ്നേഹിക്കുകയും ചെയ്തിരുന്നു. അത്ര ഹൃദയബന്ധം കാത്തുസൂക്ഷിക്കാൻ അപൂർവം ചില നേതാക്കന്മാർക്കേ കഴിഞ്ഞിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ അറിവും അദ്ദേഹത്തിൻ്റെ കഴിവും അദ്ദേഹത്തിൻ്റെ സമീപനവും അദ്ദേഹത്തിൻ്റെ വാത്സല്യവും പലപ്പോഴും അറിയാൻ കഴിഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. ഉണ്ണിയേട്ടൻ്റെ നിര്യാണത്തിൽ ഞങ്ങളുടെ അനുശോചനം രേഖപ്പെടുത്തുന്നു. പന്നിയങ്കരയിലെ പത്മാലയത്തിലെ വീട്ടിലാണ് പൊതുദർശനം. നാളെ രാവിലെ 9 കോഴിക്കോട് മാനാരി ശ്മശാനത്തിലാണ് സംസ്കാരം. അതുവരെ വീട്ടിൽ പൊതുദർശനം. സംസ്കാരത്തിന് ശേഷം ടൗൺ ഹാളിൽ അനുശോചന യോഗം ചേരും. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.